കാനാഞ്ചേരിയുടെ ചരിത്രങ്ങൾ തേടിയാണ് നാട്ടോലി ചാനലിന്റെ ഈ യാത്ര. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കാനാഞ്ചേരി. ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാളികളുടെ ഒളിത്താവളമായിരുന്നു ചരിത്രത്തിൽ ഈ പ്രദേശം. സാമ്രാജ്യത്വ വിരുദ്ധ സമര നേതാക്കളുടെ നിരവധി രഹസ്യയോഗങ്ങൾക്കും ഈ നാട് സാക്ഷിയായി. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ നിരവധി തവണ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. നിരവധി മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാടിൻ്റെ നിരവധി കഥകളും ചരിത്രങ്ങളും നമുക്ക് കേൾക്കാം. പോയ കാലത്തിൻ്റെ ഓർമ്മയിൽ ഈ പ്രദേശം മുഴുവൻ കാടും പാറക്കൂട്ടങ്ങളും അടങ്ങിയ ചെരിഞ്ഞ പ്രദേശമായിരുന്നു. പ്രകൃതിദത്തമായ ആ പ്രത്യേകതകൾ കൊണ്ടാണ് കാനനവും ചെരിഞ്ഞ പ്രദേശവും ചേർന്ന് കാലാന്തരത്തിൽ അത് കാനാഞ്ചേരി എന്ന സ്ഥലനാമം രൂപപ്പെടാനുണ്ടായ കാരണം. ഈ പ്രദേശത്തെ പൂർവികരുടെ ആ നിഗമനം ചരിത്രത്തോട് നീതി പുലർത്തുന്നതാണ്. വിശാലമായ കാനാഞ്ചേരി പാടവും തെങ്ങിൻ തോപ്പുകളും കുളങ്ങളും വേനലിന്റെ കാഠിന്യത്താൽ വറ്റിവരേണ്ട തോടുമെല്ലാം ഈ നാടിന്റെ പ്രകൃതി ഭംഗിയാണ് വിളിച്ചോതുന്നത്. ദേശീയപാത 66 അതിരുമട എന്ന സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ കാനാഞ്ചേരിയിലെത്താം. ഇതാണ് കാനാഞ്ചേരിയുടെ അങ്ങാടി. അബ്ദുക്കയുടെയും ശിഹാബിൻ്റെയും പലചരക്ക് കട, ഉസ്മാന്റെ ചിക്കൻ സ്റ്റാളും ഷഫീഖിൻ്റെ ഇൻഡസ്ട്രിയൽ ഷോപ്പും ബാബൂസ് ടെക്സ്റ്റൈൽസും അടങ്ങിയ ഒരു കൊച്ചു കവല. 3.5 പതിറ്റാണ്ടായി ചായമക്കാനി നടത്തുന്ന കുഞ്ഞാക്കയുടെ ഈ കട തുറക്കുന്നതോടു കൂടിയാണ് കാനാഞ്ചേരി ഗ്രാമവും ഉണരുന്നത്. പുലർക്കാലത്തെത്തിയപ്പോൾ എന്നോടൊപ്പം നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് നിരവധി പ്രദേശവാസികളും ചായമക്കാനിയിലുണ്ട്. മാപ്പിളപ്പാട്ട് കലാകാരൻ കൂടിയായ കുഞ്ഞാക്ക എനിക്ക് വേണ്ടി മനോഹരമായ ഒരു പാട്ടും ആലപിച്ചു. എല്ലാം വരിക്കുന്ന ഇല്ലങ്ങൾ കാക്കുന്ന അല്ലാഹുവേ നിന്നോടല്ലാതെ ഇല്ല സഹായത്തിൽ അല്ലും പകലിൽ അല്ലൽകൾ തീർക്കണോ മന്നാനേ. തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ദയാ സാംസ്കാരിക വേദിയുടെ മെഹഫിൽ സംഘത്തിൽ കുഞ്ഞാക്ക പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ രണ്ടത്താണി ഹംസയുടെ കൂടെ പാടാൻ പോയിരുന്ന ഒരു മനോഹര കാലത്തെ ഓർത്തെടുക്കുന്നു. ഇവിടെയാണ് 700 കൊല്ലത്തിൻ്റെ ചരിത്രം പറയുന്ന കാനാഞ്ചേരി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. 1916 മുനവ്വിറുൽ ഇസ്ലാം സഭ രൂപീകരിക്കുന്നത് വരെ പള്ളിയുടെ പരിപാലനം നിർവഹിച്ചിരുന്നത് നടുവഞ്ചേരി ആലി മുഹമ്മദ്, ഒടായപ്പുറത്ത് അഹമ്മദ് കുട്ടി എന്നീ കാരണവന്മാർ ഉൾപ്പെട്ട തറവാട്ടുകാരായിരുന്നു. ഓലമേഞ്ഞ ഈ പള്ളി മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മണ്ടായപ്പുറത്ത് മൂപ്പന്മാർ മേൽക്കൂര ഓല മാറ്റി മാറോടാക്കിയത്. 1911 ശേഷമാണ് മാറോട് മാറ്റി ഓടാക്കി പള്ളി വിപുലീകരിച്ചത്. മനോഹരമായ വാസ്തുശില്പവും ചിത്രപ്പണികളും ഒറ്റത്തടിയിൽ തീർത്ത തൂണുമെല്ലാം ആരെയും ആകർഷിക്കുന്ന നിർമ്മിതിയായിരുന്നു. കാലപ്പഴക്കം ആ ചരിത്ര നിർമ്മിതി കേൾപ്പിച്ച ജീർണതയാണ് പള്ളി നാട്ടുകാരുടെ സഹായത്തോടെ പഴയ പള്ളിയുടെ ഏകദേശ രൂപത്തിൽ തന്നെ ഇന്ന് കാണുന്ന രൂപത്തിൽ പുനർനിർമ്മിക്കുവാൻ കാരണമായത്. 2008 ജനുവരി 4 കാന്തപുരം AP അബൂബക്കർ മുസ്തിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ആ ചടങ്ങ് ഈ നാടിൻ്റെ ഒരുമയുടെ സന്ദേശം കൂടിയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിൽ ഒന്നാണ് കാനാഞ്ചേരി ജുമാ മസ്ജിദ്. പഴയകാല പ്രതാപം ഇന്നും നിലനിന്ന് പോരുന്ന ഒരു പ്രദേശം കൂടിയാണ് കാനാഞ്ചേരി. ആ പള്ളി നിലവിൽ പുതുക്കിപ്പണിയുകയും അതോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല സാദാത്യങ്ങളും പണ്ഡിതന്മാരെയും നമുക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിനായി കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ ഉദ്ഘാടകനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതിൻ്റെ അധ്യക്ഷനുമായിട്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടത്. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് തലമുതിർന്ന പണ്ഡിതന്മാർ ദർശനം നടത്തിയ ഏക സ്ഥാപനം കൂടിയാണ് കാനാഞ്ചേരി. പാണക്കാട് ശിഹാബ് തങ്ങൾ ഇവിടെ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന്
തുടർ പഠനത്തിനായി കൈറോയിലേക്ക് പോവുകയും ചെയ്തത് കാനാഞ്ചേരിയിൽ നിന്നാണ്. ഒരു കാലത്ത് 40ഓളം മയ്യത്ത് ഒരു ദിവസം എത്തിയ ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ കാനാഞ്ചേരി. തലമത്തട്ടിയുടെ കാലഘട്ടത്തിൽ 40 മയ്യത്തായിരുന്നു ഒരു ദിവസം നമ്മുടെ ഖബർസ്ഥാനിൽ എത്തിയിരുന്നത്. വിദേശ പുറത്ത് നിന്നുള്ള ആളുകൾ പോലും പലപ്പോഴും നമ്മുടെ താലൂക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും മയ്യത്തുകൾ നമ്മുടെ പള്ളി ഖബർസ്ഥാനിൽ അടക്കം ചെയ്തിട്ടുണ്ട്. കാനാഞ്ചേരി എന്ന് പറയുന്നത് കാനം കാട്, ചേരി ചെരിഞ്ഞ സ്ഥലം, ചുറ്റുഭാഗം നല്ല കാടും ചെരിഞ്ഞ പ്രദേശമായതുകൊണ്ടാണ് ഈ കാനാഞ്ചേരിക്ക് കാനാഞ്ചേരി എന്ന പേര് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ഈ പള്ളി പുതുക്കിപ്പണിയാനുള്ള കാരണം മമ്പുറന്തങ്ങളാണ്. മമ്പുറന്തങ്ങൾ കാനാഞ്ചേരി വരികയും ഇവിടുത്തെ കാനാഞ്ചേരി പള്ളി അന്ന് നിലവിൽ ജുമാ നമസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ടത്ര സൗകര്യമില്ലാത്ത ഒരു മസ്ജിദായിരുന്നു. അത് പുതുക്കിപ്പണിതത് തങ്ങളുടെ നിർദ്ദേശപ്രകാരം മണ്ടായപ്പുറം മൂപ്പന്മാരുടെ അവരാണ് അന്ന് പുതുക്കിപ്പണിയാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് പുതുക്കിപ്പണിതത് നാട്ടുകാർ അന്ന് കൊടക്കലിൽ പോയി ഓടും മണലും കൊടുന്ന് അത് നിർമ്മിച്ച ആ പള്ളിയാണ് ഇപ്പോൾ പൊളിച്ച് രണ്ടാമത് കോൺക്രീറ്റ് സൗധമായി മാറിയിട്ടുള്ളത്. ഏതായാലും ഈ പള്ളി ഇന്നും അതിൻ്റെ പ്രതാപത്തോടു കൂടി നിലനിന്നു പോരുന്നു. പഴമയുടെ പ്രൗഢിയിൽ നൂറ്റാണ്ടിന്റെ ചരിത്രം പറഞ്ഞിരുന്ന ഈ പള്ളിയുടെ പഴയ രൂപം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അടുത്ത കാലത്ത് ആധുനിക രീതിയിൽ വിപുലീകരിച്ച ഈ മസ്ജിദിന്റെ പോയകാല ചരിത്രം പറയാൻ ഈ മിമ്പർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പുന്മള പൂവാടൻ മൊയ്തീൻ മുസ്തിയാരുടെ കീഴിലാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സഹോദരൻ ഉമർ അലി ശിഹാബ് തങ്ങളും കാനാഞ്ചേരി പള്ളിയിൽ ദർസ് പഠനം നടത്തിയത്. പാങ്ങിൽ ഉസ്താദ്, പള്ളിപ്പുറം അഹമ്മദ് മുസ്തിയാർ, അബ്ദുറഹ്മാൻ ഫലഫരി, കരിങ്കപ്പാറ ഉസ്താദ് തുടങ്ങിയവർ ഇവിടെ നിന്നും ദർസ് വിദ്യാഭ്യാസം നേടിയ പ്രഗത്ഭരായിരുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോയിലേക്ക് ഉപരിപഠനത്തിന് പോയതും കാനാഞ്ചേരിയിൽ നിന്നാണ്. പ്രഗത്ഭ പണ്ഡിതന്മാരായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്തിയാർ, കാപ്പാട് പള്ളിപ്പുറം മുഹമ്മദ് മുസ്തിയാർ ഫദ്ഫരി, അബ്ദുറഹ്മാൻ ഫദ്ഫരി എന്ന കുട്ടി മുസ്തിയാർ അസറത്ത്, വാളക്കുളം ബീരാൻകുട്ടി മുസ്തിയാർ, ഇസ്മായിൽ മുസ്തിയാർ കോട്ടക്കൽ, OK ഹസ്രത്ത്, കിടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്തിയാർ, ഇബ്രാഹിം ബാക്കവി കോട്ടക്കൽ തുടങ്ങിയ നിരവധി പണ്ഡിതന്മാർ ഇവിടെ ദർസ് നടത്തിയിരുന്നു. നിലവിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൊപ്പം അബൂബക്കർ മിസ്ബാഹിയുടെ കീഴിലുള്ള ദർസും നല്ല രീതിയിൽ തുടരുന്നു. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന കാനാഞ്ചേരി മഹല്ല് പള്ളിയുടെ വിശാലമായ ഖബർസ്ഥാൻ പോയകാല നൂറ്റാണ്ടുകളുടെ 1000 സ്മരണകളാൽ സമ്പന്നമാണ്. ഒരു കാലത്ത് അയൽപ്രദേശത്തുകാർ പോലും ഈ ഖബർസ്ഥാനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഈ ഖബർസ്ഥാനിനിടയിലൂടെ മേൽക്കൂരയുള്ള വഴികളും സോളാർ പാനലുമെല്ലാം പുതിയ കാലത്തിന്റെ വികസനത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. 1952 ഒടായപ്പുറത്ത് കുഞ്ഞമ്മദ് മാസ്റ്റർ നൽകിയ സ്ഥലത്ത് മുനവ്വറുൽ ഇസ്ലാം മദ്രസ രൂപം കൊള്ളുന്നത്. ഈ പ്രദേശത്തെ ആദ്യത്തെ മദ്രസ കൂടിയായിരുന്നു ഇത്. 1994 മദ്രസയ്ക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ആ 1907 GMLP സ്കൂൾ സ്ഥാപിതമാവുന്നത്. മഹല്ല് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. 2007 ഈ സ്കൂൾ 100ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. കാനാഞ്ചേരിയുടെ ചരിത്ര കാഴ്ചകളിൽ നിന്നും വർത്തമാനകാലത്തിന്റെ കഥകളിൽ നിന്നും
നാട്ടൊലി ചാനൽ തൽക്കാലം വിട പറയുന്നു. മറ്റൊരു ചരിത്രത്തിൻ്റെ സ്പന്ദനങ്ങൾ തേടിയുള്ള യാത്രക്കായി